പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യമേ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇത് ഈ വർഷം ഞങ്ങൾ ഒരുക്കിയ ക്രിസ്മസ് കൂടാണ്. ഞങ്ങളുടെ ബറാബ മരത്തിലാണ് ഈ ക്രിസ്മസ് ട്രീ അണിയിച്ചൊരുക്കിയത്. ഒപ്പം തന്നെ ക്രിസ്മസ് കൂടും ഇതിൻ്റെ താഴെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ബറാബയെ പറ്റിയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിൽ ഞാനതിൻ്റെ പരിചരണവും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത്രയധികം പഴം അതിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ധാരാളം പഴങ്ങളിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നിറയെ പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ തന്നെ ഒരു ക്രിസ്മസ് കൂട് ഒരുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാനത് ക്രിസ്മസ് കൂട് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ താഴെ നിറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുല്ലൊക്കെ നന്നായി ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെത്തി കളഞ്ഞതിന് ശേഷം ഒരു ചെറിയ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കവുങ്ങിൻ്റെ പട്ട എടുത്തിട്ടാണ് അത് കീറിയിട്ടാണ് ആ ക്രിസ്മസ് കൂട് ഞാൻ ഉണ്ടാക്കിയത്. ഒപ്പം ഒരു കുഞ്ഞൊരു മല അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കുളവും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് നമ്മുടെ അലങ്കാര ചെടികളുടെ ചട്ടികളൊക്കെ അതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ട്രീ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു പഴയ ചെടിയായിരുന്നു. അതിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ നനച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു മഞ്ഞ് പെയ്ത് നിൽക്കുന്ന ഒരു ട്രീ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നുള്ളത് അറിയില്ല. എന്തായാലും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഒരു ഇതൊക്കെ നമ്മളുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു വേലി പണിയണം. അപ്പോൾ ഒരു തെങ്ങിൻ്റെ പട്ട അങ്ങനെ കീറിയിട്ടുള്ളതാണ്. അത് ജസ്റ്റ് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വേലി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുവിധം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സൈഡിലൊക്കെ കുറച്ച് നമ്മുടെ ബഫല്ലോ ഗ്രാസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പാടം പോലെ സെറ്റ് ചെയ്തത്. എല്ലാം പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൊരു പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ക്രിസ്മസ് ട്രീ ഞാൻ ഒരുക്കിയത്. അപ്പോൾ എന്തായാലും ഒരു ബറാബൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും അതിൽ നിന്ന് ഒരു ബറാബ പഴുത്തിട്ട് ഉള്ളത് പറിച്ച് കഴിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ ക്രിസ്മസ് കൂട് ഇതേ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ഹൗസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒരു ചിമ്മിനിക്കട്ടയുടെ മേലെ നമ്മളുടെ പുകയിടുന്ന ആ ഒരു പാത്രമാണ്. അത് വെച്ചപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഒരു പ്രതീതി പോലെ തോന്നി. അപ്പോൾ അത് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് മാല ബൾബ് വെച്ചിട്ട് കത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പുൽക്കൂട്ടിൻ്റെ ഉള്ളിൽ കൂടി ചെറിയൊരു വഴിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ബേബി മെറ്റലും അതിൻ്റെ അരികിൽ കുറച്ച് ഇത്തിരി കൂടി വലിയ നമ്മുടെ മെറ്റലും ഒക്കെ വെച്ചാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മൊത്തത്തിലൊരു മലയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചകിരി വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാം പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ആയതുകൊണ്ടാണ് പലതും നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. എങ്കിലും ഒരുവിധം തട്ടിക്കൂട്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് ഡെക്കറേഷൻസ് ട്രീയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ആ മഞ്ഞ് വീണ ട്രീ ഉണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് അത് വെച്ചു. പിന്നെ കുറച്ച് ബലൂൺ വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മുടെ ബറാബയുടെ ചെടിയിൽ നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായ സ്ഥിതിക്ക് ലൈറ്റ് ഇട്ട് നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഫൈനൽ ടച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നക്ഷത്രമുണ്ട്. പിന്നെ മാല ബൾബൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, പണ്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളത് തൂക്കി കൊടുത്തിട്ടുണ്ട്. ബലൂണുണ്ട്. പിന്നെ മൊത്തത്തിൽ ആ ഒരു ബറാബയുടെ ആ ഒരു ഭംഗിയും കൂടി ആകുമ്പോൾ അതിൽ കായ്കളുണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ കൂടി കുറച്ചും കൂടി ഒരു രസമുണ്ട്. കാരണം ഇത് ഈ ക്യാമറയിൽ എത്രത്തോളം അത് പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത് കാണാൻ ആക്ച്വലി വളരെ ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ക്രിസ്മസ് കൂടൊക്കെ ഒരുക്കാനായിട്ട് ഈ ട്രീ വളരെ നല്ലതാണ്. അതിൽ കായകൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുമ്പോൾ കണിക്കൊന്നയുടെ പോലെ നമുക്ക് ഒരു തോന്നുന്ന തരത്തിലുള്ള ഒരു മരമാണ്, നിറയെ ഒരു മഞ്ഞ നിറത്തിലുണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയധികം പഴം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ക്രിസ്മസിൻ്റെ ഈ സീസണിലേക്ക് നിറയെ ആ ഒരു ഫലം ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ക്രിസ്മസ് കൂടിനും കൂടി ഒരു ആ ക്രിസ്മസ് ട്രീക്കൊക്കെ ഒരു ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഞാൻ നമ്മളുടെ ഉണ്ണി യേശുവിനെ വയ്ക്കാൻ പോവുകയാണ്. ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ പുൽക്കൂട്ടിൽ ഉണ്ണി യേശു പിറന്നിരിക്കുകയാണ്. വ്യത്യാസയുടെ ഒരു ക്രിസ്മസ് കൂടിയാണ് പിറന്നിരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പുൽക്കൂടിൽ
കുറച്ച് ചെടികളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാല ബൾബ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുൽക്കൂട്. അതിൽ പുൽക്കൂട്ടിലേക്കുള്ള വഴി. അവിടെ ഒരു കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് നമ്മുടെ ചുമട് താങ്ങി പോലെ പഴയ കാലത്ത് ഉണ്ടാവാറുള്ളത് അത് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ബറാബയിൽ ഞാൻ പറഞ്ഞ കായകൾ ഉണ്ടായി നിൽക്കുന്നത്. അത് ആ ലൈറ്റും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക അഴകുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതേ പുൽക്കൂടൊക്കെ ഇങ്ങനെ നോക്കി കാണാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞൊരു 4-5 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു പുൽക്കൂടാണ്. അങ്ങനെ പുൽക്കൂട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിരുന്നു. അതിൻ്റെ പുറത്താണ് നമ്മൾ പെട്ടെന്ന് അത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. അത് ആ ഒരു സമയത്തിൻ്റെ പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു പുൽക്കൂട് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സാധാരണ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളുടെ കൊമ്പൊക്കെ മുറിച്ചിട്ടാണ് നമ്മൾ കൊടുന്ന് കുത്തിയിട്ടാണ് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുക. പക്ഷേ അത് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും. ഒപ്പം തന്നെ ഒരു മരത്തിൻ്റെ ആ ഒരു കമ്പ് നമ്മളതിന് വേണ്ടി വെറുതെ പാഴാക്കി കളയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബറാബയുടെ മരം നട്ടപ്പോൾ അത് ക്രിസ്മസ് ട്രീ ആക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് വീടിൻ്റെ മുൻവശത്ത് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഈ മരം നട്ടത്. ഏതായാലും ഒരു 5 വർഷത്തോളം അടുത്ത് മാത്രമാണ് ഈ ചെടിക്ക് പഴക്കമുള്ളത്. പിന്നെ ഞാനത് അധികം ഉയരം വിടാണ്ട് അതിൻ്റെ തലപ്പ് വെട്ടി നിർത്തിക്കുകയാണ്. അതിങ്ങനെ കൃത്യമായിട്ട് എല്ലാ മഴക്കാലത്തും അതിൻ്റെ തലപ്പ് വെട്ടിയിടുന്നത് കൊണ്ട് മരം നമ്മൾക്ക് ഒരു 5 അടി 6 അടി ഉയരത്തിന് മാക്സിമം വളർത്താറുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും അതിൻ്റെ കൊമ്പും ചില്ലിയും വെട്ടി ഒതുക്കാറാണ് പതിവ്. അപ്പോൾ അത് ഒരു ക്രിസ്മസ് ട്രീ പോലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് അതിൽ പഴങ്ങളുണ്ടായാൽ തന്നെ പറിച്ച് നമുക്ക് കഴിക്കാൻ എളുപ്പത്തിലുള്ള ഒരു പരുവത്തിലുള്ള രീതിയിലാണ് ആ മരം ഞാനെപ്പോഴും വളർത്താറുള്ളത്. അപ്പോൾ ഇതിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ടെങ്കിലും പല സാഹചര്യം കൊണ്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇന്ന് പെട്ടെന്ന് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ അത് ചെയ്തതാണിന്ന്. അപ്പോൾ നിങ്ങൾ ബറാബയെ പോലെയൊക്കെയുള്ള ഇങ്ങനത്തെ ചെറിയ മരങ്ങളൊക്കെ നമ്മളുടെ വീടിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് നടുകയാണെങ്കിൽ അത് ക്രിസ്മസ് ട്രീ കൂടി ആക്കുന്നതിന് നമുക്ക് സഹായകരമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബറാബ തന്നെയല്ല, ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഫലസസ്യങ്ങൾ നടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആ കിട്ടുകയും ഒപ്പം തന്നെ ഇത്തരത്തിൽ ക്രിസ്മസും അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ മരത്തെ കൂടി പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ നമുക്ക് അണിയിച്ചൊരുക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതൊരു 2-3 വർഷം കൊണ്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഏത് ഫലസസ്യമായാലും അത്യാവശ്യം നമ്മളുടെ ഒരു 4-5 അടി ഉയരത്തിലേക്കൊക്കെ വളരുന്നതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അതിൻ്റെ വളർച്ച ക്രമീകരിച്ച് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഏതായാലും ഈ വട്ടത്തെ ക്രിസ്മസ് ഇത്തരത്തിൽ വളരെ മനോഹരമാക്കാൻ നമ്മുടെയൊക്കെ ഒരു സന്തോഷകരമായ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ക്രിസ്മസ് കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ അണിയിച്ചൊരുക്കി ഇത്രയും കളർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ഇത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിലൊരു സന്ദേഹത്തിൽ തന്നെയാണ് ഇതിൻ്റെ പണി തുടങ്ങിയപ്പോൾ. എങ്കിലും അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ രസകരമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിഞ്ഞു. ഒപ്പം ആ കുളത്തിലൊക്കെ ഷീറ്റ് വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തിയപ്പോൾ വെള്ളമൊക്കെ നിൽക്കുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വെള്ളമൊക്കെ വറ്റാതെ തന്നെ നിന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ക്രിസ്മസ് കാലത്തെ വിശേഷങ്ങൾ. ഈ ക്രിസ്മസ് ട്രീ അണിയിച്ചൊരുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എപ്രകാരമായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഒക്കെ നിറഞ്ഞൊരു ക്രിസ്മസ് കാലം ആശംസിക്കുകയാണ്. ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹവും പിന്തുണയും മാത്രമാണ് ഈ ചാനൽ ഇത്രയും വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായകമായത്. അപ്പോൾ ഈ പുൽക്കൂടിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാവരും കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.